യേശുവെ ആരാധന, യേശുവെ സ്തുതി, ഈശോയെ മഹത്വം. ദൈവമായ കർത്താവെ, ഇന്നത്തെ സുപ്രഭാതം ഞങ്ങൾക്ക് തന്നതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങയോട് നന്ദി പറയുന്നു. അതുപോലെ ഇന്നത്തെ സുപ്രഭാതം മുതൽ സായാഹ്നം വരെയുള്ള എല്ലാ കാര്യങ്ങളും അങ്ങയുടെ കൃപയിലും അങ്ങയുടെ കാരുണ്യത്തിലും അങ്ങയുടെ സ്നേഹത്തിലും ഞങ്ങൾക്ക് നടത്തി തരാൻ ആഗ്രഹിക്കുന്നതിനെ ഓർത്ത്, നടത്തി തന്നതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങയോട് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ ഇന്നത്തെ ദിവസത്തെ എല്ലാ കാര്യങ്ങളും അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ശരീരം, ആത്മാവ്, മനസ്സിനെ സമർപ്പിക്കുന്നു. കർത്താവിന്റെ വലിയൊരു കൃപ ഞങ്ങളിൽ ഓരോരുത്തർക്കും അറിയാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുവെ ആരാധന, യേശുവെ സ്തുതി, ഈശോയെ മഹത്വം. ലോകരാജ്യങ്ങളിൽ എന്നെ ശ്രമിക്കുന്ന ദൈവ മക്കളെ, നിങ്ങൾക്ക് എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ദൈവാനുഗ്രഹം നിറയാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് എല്ലാവർക്കും അനുഗ്രഹപ്രദമായി തീരാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ പ്രധാനപ്പെട്ട വചന സന്ദേശം ബ്രദർ പറയാൻ ആഗ്രഹിക്കുന്നത് പ്രധാനമായിട്ടും നമ്മുടെ ജീവിത അനുഭവം, ജീവിതത്തിലെ യാഥാർത്ഥ്യം, ഞാൻ അനുഭവിച്ച ഒരുപാട് യാഥാർത്ഥ്യമുള്ള 2 തിരുവചനമാണ് ഇന്ന് ദൈവമക്കൾക്ക് വേണ്ടി തരാൻ ആഗ്രഹിക്കുന്നത്. ഈ വചനം നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹം ആയി തീരാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഒരുപാട് മക്കളുടെ ജീവിതത്തിൽ ഈ വചനം പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾ ആത്മപരിശോധന നടത്തുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ സാധിക്കും. കർത്താവ് ഏതൊക്കെ വിധത്തിൽ നമ്മെ സംരക്ഷിക്കുന്നു, ഏതൊക്കെ വിധത്തിൽ നമ്മെ സഹായിക്കുന്നു എന്നതിനെ കുറിച്ച് നിങ്ങൾ എല്ലാവരും ധ്യാനിക്കേണ്ട ഒരു പ്രധാന വിഷയമാണ് ഇന്നത്തെ തിരുവചനം. ഇന്നത്തെ തിരുവചനത്തിൽ പ്രധാനമായിട്ടും കിട്ടുന്നത് ആദ്യം 2 തിരുവചനമാണ്, പിന്നീട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മളെല്ലാവരും പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഈശോയിലേക്കുള്ള ഒരു യാത്രയാണ് പ്രധാനപ്പെട്ട ശുശ്രൂഷയുടെ ടേണിംഗ് പോയിന്റ്. കാരണം അമ്മയിലൂടെയാണ് നമുക്ക് ഈശോയിലേക്ക് സഞ്ചരിക്കാൻ എളുപ്പമാർഗം. അപ്പോൾ അമ്മയെ മുറുകെ പിടിച്ച് ഈശോയിലേക്ക് സഞ്ചരിക്കാവുന്നതാണ്. അത് വലിയൊരു ശക്തിയായിരിക്കും, അഭിഷേകമായിരിക്കും, അനുഗ്രഹം ആയിരിക്കും. യേശുവെ ആരാധന, യേശുവെ സ്തുതി, ഈശോയെ മഹത്വം. ഇന്ന് പ്രധാനമായിട്ടും ദൈവമക്കൾക്ക് തരാൻ ആഗ്രഹിക്കുന്ന വിശുദ്ധ ഗ്രന്ഥ വിശുദ്ധ വചനം സങ്കീർത്തനങ്ങൾ 121 അധ്യായം 5 തിരുവചനം. സങ്കീർത്തനങ്ങൾ 121:5, സങ്കീർത്തനങ്ങൾ 121:5. അതുപോലെ സങ്കീർത്തനങ്ങൾ 121 അധ്യായം 3 തിരുവചനം. അങ്ങനെ 2 തിരുവചനമാണ് പരിശുദ്ധാത്മാവ് എന്ന് കുർബാന കൂടി വരുമ്പോൾ എന്റെ കരങ്ങളിലേക്ക് ദൈവം തന്ന വചനമാണ് ഈ 2 വചനം. ഇതാണ് ദൈവമക്കൾക്ക് വേണ്ടി ഇന്ന് തരാൻ ആഗ്രഹിക്കുന്നത്. ഈ വചനമൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിച്ചിരിക്കുന്നു എന്നത് നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. സങ്കീർത്തനം 121 അധ്യായം 5 തിരുവചനത്തിൽ നമ്മുടെ ദൈവമായ കർത്താവ് നമ്മോട് സംസാരിക്കുന്നത് എന്താണെന്ന് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. കർത്താവാണ് നിന്റെ കാവൽക്കാരൻ, നിനക്ക് തണലേകാൻ അവിടുന്ന് നിന്റെ വലത്തു ഭാഗത്തുണ്ട്. ആരാണ്? കർത്താവാണ് നിന്റെ കാവൽ